യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ യേശുനാഥൻ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് ഷീന അഗസ്റ്റിൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ഉടമ്പടിയിലൂടെ ദൈവസ്നേഹത്തിൽ ഒത്തിരി വളരുവാനും ആഴപ്പെടുവാനും എനിക്ക് പ്രത്യേകമായി സാധിച്ചു. ആത്മീയമായി ഒത്തിരി വളരുവാനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനുള്ള കൃപ ഈശോയിലൂടെ എനിക്ക് അമ്മ മാതാവ് നേടിത്തന്നു. എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ രോഗസൗഖ്യം എനിക്ക് 2014 മുതൽ എനിക്ക് അതിശക്തമായ ഡിസ്ക് ബൾജിൻ്റെ വേദന, അതായത് എൻ്റെ വലത് കാലിന് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് പണിയെടുക്കുമ്പോൾ അടുക്കളയിലൊക്കെ നിന്ന് കുക്ക് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരു കാലിൽ നിന്ന് ഒരു കാല് മടക്കി പിടിച്ചൊക്കെ നിന്ന് ഞാൻ ജോലിയെടുക്കുമായിരുന്നു. ആ വേദനയുടെ ശക്തമായ വേദന കാരണം എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വരികയും ഞാൻ രാത്രി കിടക്കുമ്പോൾ കാല് ജനലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കിടക്കും. അപ്പം കാലിങ്ങനെ പൊക്കി കിടക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്ന പോലെ തോന്നും. ഞാൻ അങ്ങനെ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റും ആയുർവേദവും ഹോമിയോയും ഫിസിയോതെറാപ്പിയും എല്ലാം ഞാൻ പരീക്ഷിച്ചതാണ്. ഇതിൽ നിന്നൊന്നും എനിക്കൊരു പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ 2023 വെച്ച ഉടമ്പടി നിയോഗത്തിൽ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ വേദനയൊന്ന് മാറ്റിത്തരണമേ എന്ന്. 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. എനിക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സുഖം കിട്ടിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഞാൻ ജനിച്ച കാലം തൊട്ടുള്ളതാണെന്നാണ് എൻ്റെ അമ്മച്ചി പറയുന്നത്. 40 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 40 വർഷമായിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകാറുണ്ടായിരുന്നു. എനിക്കൊരു അരമണിക്കൂർ കൂടുതൽ യാത്ര ചെയ്യത്തില്ല, അപ്പം തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പം ഞാൻ അവോമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ ഛർദിയുടെ നിയോഗം ഞാൻ ആക്ച്വലി വെച്ചിരുന്നതല്ല. എനിക്കൊരു ബോണസ് പോലെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എനിക്ക് തന്ന ഒരു വലിയൊരു സൗഖ്യമാണ്. എനിക്കിപ്പം എവിടെ വേണേലും യാത്ര ചെയ്യാം. എൻ്റെ ഛർദിയുടെ രോഗം മാറ്റി തന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. അടുത്തതായിട്ട് 2018 പ്രളയമുണ്ടായ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ചെറിയൊരു പുഴയുണ്ടായിരുന്നു. ആ പുഴയെ ബന്ധിച്ച് 2 പാലവും 3 ചെക്ക് ഡാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോഴേക്കും ഈ ചെക്ക് ഡാമിലോട്ടും ഈ പാലത്തിലോട്ട് ചെറിയ പാലവും ഒരു വലിയ പാലവും, അപ്പോൾ ഇതിലോട്ട് ഈ പുഴയിൽ വേസ്റ്റെല്ലാം വന്ന് അടിഞ്ഞിട്ട് ഈ പുഴയിൽ വെള്ളം അങ്ങ് പൊങ്ങിക്കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ പറമ്പിലും എല്ലാം ഞങ്ങൾക്ക് മാത്രമല്ല ഒത്തിരി നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഈ ചെക്ക് ഡാം ഒരെണ്ണമെങ്കിലും പൊളിച്ച് കളഞ്ഞാൽ ഇച്ചിരി സമാധാനം ആകുമല്ലോ എന്ന് കരുതി ആ ചെക്ക് ഡാമം പൊളിക്കുന്നതിനുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനുവേണ്ടി ഒത്തിരി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് 2023 വെച്ചൊരു നിയോഗമായിരുന്നു, അമ്മേ ഈ ചെക്ക് ഡാം ഒന്ന് പൊളിച്ച് കളഞ്ഞിരുന്നെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ പൊങ്ങലിൽ നിന്ന് ഒരിച്ചിരി ആശ്വാസം കിട്ടുമായിരുന്നു, വേസ്റ്റ് അതിലെല്ലാം അടിയാതിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് അന്ന് വെച്ചൊരു നിയോഗമായിരുന്നു. അപ്പം ഈ നിയോഗം വെച്ചിട്ട് അച്ചാച്ചൻ അതിൻ്റെ ഈ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടറെ കാണാനും മന്ത്രിനെയും കളക്ടറിനെയും എല്ലാവരെയും പോയി കാണാനൊക്കെ പോയി. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഒന്നും പുറകെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഇതൊന്നും ആരും ചെയ്തു തരികയില്ല, ഇതൊന്നും എത്ര വർഷമായിട്ടുള്ള പ്രശ്നമായത്. എങ്കിലും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കുർബാനയിൽ നിയോഗം വെച്ച് ചെല്ലിച്ചിട്ട് ഞങ്ങൾ ഈ ഉദ്യമത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി. ഈ കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ചെക്ക് ഡാം പൊളിച്ചു കളയുകയും പുതിയ പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള തീരുമാനം ഉണ്ടാകുകയും ഉണ്ടായി. ഉടനെ തന്നെ ദൈവം അനുഗ്രഹിച്ച പുതിയ പാലം ഗതാഗത യോഗ്യമാക്കുകയും പഴയ പാലം പൊളിച്ചു കളയുകയും ചെയ്യും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ കൂടാതെ കൂടുതൽ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥതയുടെ ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1000 നന്ദി. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പേര് സഹായിക്കാറുണ്ട്, രോഗി സന്ദർശനം നടത്താറുണ്ട്. അവർക്ക് വേണ്ട ഏത് ആവശ്യം ആര് സഹായം ചോദിച്ചു വന്നാലും ചോദിച്ചും ചോദിക്കാതെയും അവരെല്ലാം ഞങ്ങൾ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത വേലയായിട്ട് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് പള്ളികളിലും
ആശുപത്രികളിലും പെട്രോൾ പമ്പിലും പത്രം എൻ്റെ കയ്യിലുണ്ടായിരിക്കും. എപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മോർണിംഗ് ശുശ്രൂഷയും പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനവും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ സ്റ്റാറ്റസായിട്ടും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും 1000 നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനം. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഈശോ നമുക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണിത്. ഒരേ തരം വിത്ത് തന്നെ പല നിലങ്ങളിൽ വീഴുമ്പോഴുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഈശോ വിത്തിൻ്റെ ഉപമയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായി ഈശോ പറയുന്നത് നല്ല നിലത്ത് വീണ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലത്തെക്കുറിച്ചാണ്. അത് 100 മേനി വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ വളരെയധികം 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കേണ്ടവരാണ് ഉടമ്പടിയെടുത്ത മക്കളെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഷീന എന്ന ഈ സഹോദരി വളരെ സങ്കടത്തോടു കൂടിയാണ് പല വലിയ നിയോഗങ്ങൾ എഴുതി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ഒരു വലിയ സങ്കടമായിരുന്നു. വർഷങ്ങളായിട്ട് 40 വർഷത്തോളം എപ്പോഴും കുഞ്ഞുനാൾ മുതൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഛർദിൽ ഇപ്പോൾ മകൾക്ക് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. അത് ഉടമ്പടിയെടുത്ത് 4ാമത്തെ പുതുക്കലിലാണ് ഈ മകൾക്ക് പരിപൂർണമായൊരു സൗഖ്യം നൽകിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 11 വർഷമായിട്ടുണ്ടായിരുന്ന ഡിസ്ക് ബൾജിങ്ങിലുണ്ടായ കാൽമുട്ടിൻ്റെ കഠിനമായ കാൽവേദന, അതുപോലെ ഡിസ്കിനുണ്ടായിരുന്ന ബാക്ക് പെയിൻ എല്ലാം തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് ഉടമ്പടിയെടുത്തപ്പോൾ ഈ മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചത്. അതിനായി ഈ മകൾ എപ്പോഴും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വളരെ വിശ്വാസത്തോടു കൂടി തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് സൗഖ്യം നേടിത്തരുമെന്ന വലിയ വിശ്വാസത്തോടുകൂടി ഉറച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മകളുടെ കുടുംബത്തിൻ്റെയും ആ ഏരിയയിലെയും വലിയ ഒരു സങ്കടം മുഴുവനോടുകൂടി ഈ മക്കളെല്ലാവരും ഏറ്റെടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതാണ്. മഴ പെയ്യുമ്പോൾ ഇവരുടെ പുഴ കവിഞ്ഞ് ഒഴുകി ഇവരുടെ വീടുകളിലേക്കും വയലിലേക്കും വെള്ളം കയറുന്ന ഒരു വലിയ പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ആ ദേശത്തുള്ളവരെല്ലാം ശക്തമായി പ്രാർത്ഥിക്കുകയും അവിടെയെല്ലാം നേർച്ച വസ്തുക്കൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇവരുടെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെയുള്ള ചെക്ക് ഡാം പൊളിക്കുകയും അതിനുശേഷം അവർക്ക് യാത്ര ചെയ്യാൻ നടക്കുവാനും ഉള്ള സൗകര്യത്തിനായുള്ള പാലം പുതുക്കി പണിയുവാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ട് ഇന്ന് അവിടുത്തെ സർക്കാർ അവരെ സഹായിച്ചിരിക്കുകയാണ്. എത്ര വലിയ പ്രശ്നങ്ങളായാലും, ഏതുതരം ഗവൺമെൻറ് ആയാലും, ഏതുതരം കഠിന ഹൃദയമുള്ളവരായാലും, എത്ര വളരെ സ്ലോലി കാര്യങ്ങൾ ചെയ്യുന്നവരായാലും പരിശുദ്ധ അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഓരോ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങൾ നമ്മോട് ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ തകർന്ന അവസ്ഥയിലാണെങ്കിലും, എത്ര തന്നെ ഭാരമുള്ളതായാലും, എത്ര തന്നെ കാലങ്ങൾ കഴിഞ്ഞതായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഞൊടിയിടയിൽ നമുക്കുള്ള സൗഖ്യവും സമാധാനവും തരാൻ സാധിക്കും. ഈശോ എല്ലാത്തിനും അവിടുത്തെ കരങ്ങളോ അവിടുത്തെ കാതുകളോ ഒട്ടും തന്നെ കുറുകിപ്പോയിട്ടില്ല എന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അതുകൊണ്ടാണ് നാം നമ്മുടെ ജപമാലയിൽ നാം പ്രാർത്ഥിക്കുന്നത്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ അമ്മയോടാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് നന്ദിയോടെ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.